ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പ്ലീറ്റഡ് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. അപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണണം. അപ്പം ആദ്യം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ ഇപ്പോൾ നെക്ക് തയ്ക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാനിവിടെ നെക്ക് തയ്ക്കുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ ഉള്ളിലാക്കിയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ബയാ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസ് തുണി എടുക്കുക. ഞാനൊരു കോട്ടൻ്റെ പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നൈറ്റിയുടെ കട്ട് പീസിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതുപോലെ കോർണറിൽ നിന്ന് സ്ട്രിപ്പായിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രിപ്പ്, ഒരു 2-3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. ഇനി ഈ സ്ട്രിപ്പുകൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അതായത് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാം. അതുപോലെ 2 സ്ട്രിപ്പും എല്ലാ സ്ട്രിപ്പും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ നീളത്തിൽ സ്ട്രിപ്പ് ഇട്ട് ഇനി നമുക്കത് അതിൻ്റെ ചീത്ത വശം ഉള്ളിലാക്കിയിട്ട് മടക്കുക. അതായത് തയ്ച്ച വശം ഉള്ളിലാക്കി ആവുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മളുടെ നെക്കുമ്പോൾ വെച്ച് തയ്ച്ച് കൊടുക്കും. അപ്പം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിലത്തെ യോക്ക് ഭാഗം കട്ട് ചെയ്ത ഫ്രണ്ട് ഓപ്പണിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി മറ്റേ മറ്റേ സൈഡിലെ ഓപ്പൺ വരെ തയ്ച്ചു കൊടുക്കുക. അപ്പം ആ സ്ട്രിപ്പ് ഒന്ന് 2ആയിട്ട് മടക്കുക. അതിനുശേഷം നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം അത് മടക്കി ഉള്ളിലേക്കാക്കിയിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. അത് അതിൻ്റെ നേരെ എഡ്ജിൽ തയ്ക്കേണ്ട, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ആ സ്ട്രിപ്പ് അതിൽ പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ
അപ്പോൾ നമ്മുടെ നെക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വയ്ക്കാനുള്ള ഭാഗം തയ്ച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ 2 പീസ് സ്ട്രിപ്പ് വെച്ചിട്ട് മടക്കി തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വയ്ക്കാനായിട്ട് 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഒരു 2 ഇഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഈ 2 സൈഡിലും വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യും. എന്നിട്ട് ഫ്രണ്ട് ഓപ്പണിൻ്റെ ഭാഗത്ത് വെച്ച് തയ്ച്ചു കൊടുക്കാം. സ്ട്രിപ്പ് ഒന്ന് മടക്കുക, അതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം 2ആയിട്ട് മടക്കാനായിട്ട്. ശേഷം അതൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ മറ്റേ സൈഡിലും തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. എല്ലാ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സിബും വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം എഡ്ജിൽ കൂടെ തയ്ച്ചിട്ട് അതിൻ്റെ ഒപ്പം സിബ് വെച്ചാലും മതി. ഞാനിവിടെ അതിൻ്റെ ഒപ്പം സിബും കൂടി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ മറ്റേ ഭാഗവും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ മറ്റേ ഭാഗം വയ്ക്കുമ്പോൾ ആ സിബ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ സ്ട്രിപ്പ് തയ്ച്ച ഭാഗം സിബിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ യോക്ക് ഭാഗം ഏകദേശം കംപ്ലീറ്റായി, സിബൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റായി. ഇനി നമുക്ക് നമ്മൾ താഴെ ഭാഗം ബോട്ടം ഭാഗം യോക്ക് ഭാഗം തമ്മിൽ അറ്റാച്ച് ചെയ്യാം. പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടം ഭാഗം എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ഒരു ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ വിട്ടു പോയതാണ് കട്ടിങ്ങിൻ്റെ സമയത്ത്. അപ്പം അത് സെൻറ്റർ ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബോട്ടം ഭാഗത്തിൻ്റെ തുണി ഞൊറിവുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ തുണിയുടെ അത്രയും ആക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അതായത് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഞൊറിയും, റൈറ്റ് സൈഡിലേക്ക് തയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഞൊറിയും ഇട്ട് കൊടുക്കുക. തയ്ച്ച് വന്ന് അവസാനം യോക്ക് ഭാഗത്തിൻ്റെ ഒപ്പം താഴെ ഭാഗത്ത് തുണിയും ഒപ്പം എത്തുന്ന രീതിയിൽ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഞൊറിവൊന്നും വരില്ല, 2-3 ഞൊറിയൊക്കെ ഒരു ഭാഗത്ത് വരുള്ളൂ. കാരണം അത്രയും വീതിയുള്ള തുണിയായതുകൊണ്ട്. വീതി കൂടുതലുള്ള തുണിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങുക തയ്ച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു ഭാഗത്തു നിന്ന് സൈഡിലേക്ക് തയ്ച്ചതിന് ശേഷം പിന്നെയും സെൻറ്റർ ഭാഗത്ത് വന്നിട്ട് മറ്റേ സൈഡിലേക്കും ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വശത്തു നിന്ന് ഇങ്ങോട്ടും മറ്റേ വശത്തു നിന്ന് ആ വശത്തേക്കും ഞൊറിവുകൾ ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഒപ്പാക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അതായത് യോക്ക് ഭാഗത്തിൻ്റെ ആ കൈക്കുഴിയുടെ അറ്റത്തുള്ള ഭാഗം വരെ നമ്മൾ ഈ തുണി എത്തിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ ഞൊറിവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒപ്പം വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലത്തെ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ആ സൈഡിലേക്ക് ഉള്ള ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ യോക്ക് ഭാഗവും തമ്മിൽ യോജിപ്പിക്കാം. അപ്പം യോക്ക് ഭാഗത്തിന് സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക, സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബോട്ടം ഭാഗത്തിൻ്റെയും തുണിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്ച്ച അതേ മെത്തേഡിൽ തന്നെ ബാക്ക് സൈഡിലും തയ്ച്ചു കൊടുക്കാം. സെൻറ്ററിൽ തൊട്ട് തുടങ്ങുക, തയ്ച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ നൈറ്റിയുടെ ഏകദേശം തയ്ച്ച് കഴിഞ്ഞു, പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നു. യോക്ക് ഭാഗത്തിൻ്റെ ഒപ്പം തന്നെ ബോട്ടം ഭാഗം ഇതിൻ്റെ തുണിയും ഒപ്പം വന്നിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത് തയ്ച്ചു. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് സ്ലീവ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സാധാരണ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാം. നല്ല വശങ്ങൾ ഉള്ളിലാക്കിയിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ ഭാഗം വരെ കൂട്ടി യോജിപ്പിക്കാം. അപ്പം സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴെ ഭാഗത്തേക്ക് നിങ്ങൾ വല്ലാതെ ഷെയ്പ്പൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കാം. കാരണം പ്ലീറ്റഡായിട്ട് ഷേപ്പില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ സ്ലീവ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ താഴെ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം.
ഇതുപോലെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴ്വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇറക്കം കൂടുതലാണെങ്കിൽ മടക്കി തയ്ക്കുന്ന ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വീതി കുറച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക.